ഹലോ, പത്തരമാറ്റിൻ്റെ ഇന്നത്തെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ദേവയാനി ആദർശിൻ്റെ കരണം നോക്കി ഒന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛന് ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമോനാണല്ലോ പൊറുക്കാൻ പറ്റാത്ത തെറ്റ് ചെയ്തത്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നയന വന്ന് പറയുന്നുണ്ട്, ആദർശേട്ടന് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അന്നേരം ദേവയാനി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ആരാ ചന്തുമോള്? നയന പറയുന്നുണ്ട്, അന്നേരം അത് അന്വേഷിച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ഓ എന്നാൽ പിന്നെ അന്വേഷിക്ക്, അപ്പോൾ കുറച്ചുകൂടി വ്യക്തത വരുമല്ലോ. എന്നിട്ട് പിന്നെയും ആദർശിനെ പിടിച്ചു കുലുക്കിക്കൊണ്ട് പറയുന്നുണ്ട്, എന്നാലും ഞങ്ങൾ വളർത്തിയ നീ ഇങ്ങനെയായി പോയല്ലോടാ. ഞാൻ എല്ലാവരോടും പറയുമായിരുന്നു എൻ്റെ മോന് ഒരു ദുസ്വഭാവവും ഇല്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് നിന്റെ മുത്തശ്ശൻ അർഹിക്കുന്നതിലധികം സ്ഥാനം തന്നത്. അങ്ങനെയുള്ള മുത്തശ്ശനെയാണ് നീ ഇപ്പോൾ നാണം കെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നയന പറയുന്നുണ്ട്, ആദർശേട്ടന് ഒരുപാട് വിഷമിക്കുന്നുണ്ട് അമ്മേ. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നീ അവൻ്റെ വിഷമം മാറ്റി. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ തെറ്റിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്, അത് പിന്നെ അവർക്ക് വളം വെച്ച് കൊടുക്കുന്നത് പോലെ ആകും. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എൻ്റെ നിസ്സഹായാവസ്ഥ എങ്ങനെ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി തരുമെന്ന് എനിക്കറിയില്ല. അന്നേരം ദേവയാനി പറയുന്നുണ്ട്, നീ എന്നെ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കി തരണ്ട. ചന്തുമോള് നിൻ്റേതല്ലെന്ന് തറപ്പിച്ച് പറയാൻ കഴിയുന്ന കാലത്തോളം നീ എൻ്റെ മകനല്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ നിന്നെ വെറുത്തു പോകുന്നത്. അതിന് കാരണം ഇവളോടുള്ള എൻ്റെ സ്നേഹം കൂടുതലാണ്. എനിക്ക് കരൾ പകുത്ത് നൽകിയതാ എൻ്റെ മോള്. അവൾക്ക് നീ നിൻ്റെ ഹൃദയം പകുത്ത് കൊടുക്കേണ്ടതായിരുന്നു. അതിനു പകരം നീ അവളുടെ ഹൃദയം മാന്തി പൊളിച്ചിരിക്കുകയല്ലേ. എനിക്കിപ്പോൾ മനസ്സിലായി. നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാൻ പറയുമ്പോഴൊക്കെ നീ എന്തുകൊണ്ടാണ് താല്പര്യം കാണിക്കാതിരുന്നത് എന്ന്. നിനക്കൊരു മകളുണ്ടല്ലോ, അതുകൊണ്ട് ഇപ്പോൾ നിനക്കതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെയാണ് ആലോചിച്ച് കൂട്ടുന്നത്? അന്നേരം ദേവയാനി പറയുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഏതൊരമ്മയും ചിന്തിക്കുന്നതേ ഞാനും ചിന്തിക്കുന്നുള്ളൂ, അതേ ഞാനും പറയുന്നുള്ളൂ. എന്നിട്ട് നയനയോട് പറയുന്നുണ്ട്, നിന്നോട് എനിക്ക് ദേഷ്യമുണ്ട് മോളെ. നീ ഇത് അറിഞ്ഞപ്പോൾ തന്നെ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? അതിനു പകരം നീ ഇത് മൂടി വെച്ച് നടന്നില്ലേ? ഒരു കുടുംബം തകരാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്ത്രീകൾ പലതും സഹിക്കേണ്ടി വരും. എന്നാൽ ഭർത്താവിൻ്റെ വഴിവിട്ട ബന്ധം ഒരു സ്ത്രീയും സഹിക്കില്ല. പിന്നെ ആ ബന്ധത്തിൽ ഒരു കുഞ്ഞുകൂടി ഉണ്ടെന്നറിഞ്ഞാൽ അത് ഒരു ഭാര്യയ്ക്കും പൊറുക്കാൻ കഴിയുന്ന കാര്യമല്ല. പാവം, ഈ ബഹളമൊക്കെ കേട്ട് കൊണ്ട് അവിടെ ഒരാൾ കൂടി നിൽക്കുന്നുണ്ട്. ആരെന്നല്ലേ? നമ്മുടെ ചന്തുമോള്. ഏതായാലും ദേവയാനി അവിടുന്ന് പോകുമ്പോൾ ചന്തുമോളെ ഒന്ന് തറപ്പിച്ച് വെറുപ്പോടെ നോക്കിയിട്ടാണ് പോയത്. നയനക്ക് സങ്കടം വന്നിട്ട് വേഗം പോയി ചന്തുമോളെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ആദർശിനോട് പറയുന്നുണ്ട്, മോൾക്ക് വിഷമമായി. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, മോളുടെ വിഷമം മാത്രമേ നീ കാണുന്നുള്ളൂ? എൻ്റെ വിഷമം കാണുന്നില്ലേ? ഏതായാലും എനിക്ക് ടെൻഷൻ താങ്ങാനാവുന്നില്ല. ഞാൻ നിരപരാധിയാണെന്ന് അമ്മയെങ്കിലും അറിഞ്ഞേ പറ്റൂ. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനെയും മുത്തശ്ശിയെയുമാണ്. അങ്ങോട്ടേക്ക് ദേവയാനി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛനും അമ്മയും അറിഞ്ഞില്ലേ കാര്യങ്ങളൊന്നും? എന്തായെന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ. ദേവയാനി ചോദിക്കുന്നുണ്ട്, അച്ഛൻ എപ്പോഴാണ് അച്ഛൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്തിയത്? തെറ്റ് ചെയ്താൽ പൊറുക്കാത്ത ആളല്ലേ അച്ഛൻ? എന്നിട്ട് എന്താ ആദർശനോട് മാത്രം അച്ഛൻ ഇങ്ങനെ ചെയ്തത്? അവൻ ചെയ്ത തെറ്റ് ന്യായീകരിക്കാവുന്നതാണോ? എന്താ ദേവയാനി എന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി. അപ്പോൾ അച്ഛനെല്ലാം അറിയാം അമ്മേ, ചന്തുമോള് ആദർശൻ്റെ കുട്ടിയാണ്. അത് കേട്ട് മുത്തശ്ശി ഞെട്ടുന്നുണ്ട്. ഇത് ശരിയാണോ എന്ന് മുത്തശ്ശനോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഞെട്ടിയിട്ട്. മുത്തശ്ശിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അല്ല. എന്നിട്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ദേവയാനിയോട്, നീ സ്നേഹിച്ച് നീ വളർത്തിയ നിൻ്റെ ആദർശ് അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് ചന്തുമോള് അവൻ്റെ കുഞ്ഞല്ല എന്ന് അവന് തീർത്ത് പറയാൻ പറ്റാത്തത്? ഏതോ ഒരു സ്ത്രീയിൽ പിറന്ന കൊച്ചിനെ എനിക്ക് കൊച്ചുമോളായിട്ട് അംഗീകരിക്കാൻ കഴിയില്ല. എനിക്കെൻ്റെ നയനമോളിൽ പിറന്ന കൊച്ചിനെ മാത്രമേ കൊച്ചുമോളായി അംഗീകരിക്കാൻ കഴിയൂ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ അത് നിൻ്റെ ഇഷ്ടം. പക്ഷേ ചന്തുമോള് ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും. എന്നിട്ട് ദേവയാനി പറയുന്നുണ്ട്, അച്ഛന് ആദർശിനെ എത്രമാത്രം ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അച്ഛൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമായിരിക്കും. ചിലപ്പോൾ ജയേട്ടനും അജയനും ഒക്കെ അതിന് തയ്യാറായെന്നിരിക്കും. പക്ഷേ അവൻ്റെ അമ്മയായ ഞാൻ അതിനൊരിക്കലും തയ്യാറാകില്ല. തൊട്ടു മുൻപ് വരെ ഞാൻ ആ കൊച്ചിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. എന്നാൽ ഇനി മുതൽ അതിനേക്കാളും ഇരട്ടി വെറുപ്പ് എൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ആ കൊച്ചിനോട് ഉണ്ടാകുമെന്നും പറഞ്ഞ് ദേഷ്യത്തോടെ അവിടുന്ന് പോകുന്നുണ്ട് ദേവയാനി. പിന്നെ കാണിക്കുന്നത് അബിയെയും ജലജയെയുമാണ്. ജലജ ചോദിക്കുന്നുണ്ട്, എടാ ഇത്രയും സന്തോഷം തരുന്ന ഒരു വാർത്ത അറിഞ്ഞ് നീ എന്താ എന്നോട് ആദ്യമേ പറയാതിരുന്നത്?
അപ്പോൾ അഭി പറയുന്നുണ്ട്, അമ്മ ഒരു വാ പോയ കോടാലിയ, അതുകൊണ്ടാണ് പറയാതിരുന്നത്. പിന്നെ ഇതും പറഞ്ഞ് ആദർശേട്ടനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഞാൻ കുറേ പണം തട്ടിക്കഴിഞ്ഞു. ഇനിയും അങ്ങേരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കുറേ പണം അടിച്ചു മാറ്റാനായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോഴേക്കും ആ നയന എല്ലാവരോടും പറഞ്ഞ് അത് ഇല്ലാണ്ടാക്കി കളഞ്ഞു. എന്നിട്ട് പറയുന്നുണ്ട്, ഇതൊക്കെ കൊണ്ട് അമ്മ ആ നബിയോട് കുറച്ച് സ്നേഹത്തിൽ ഞാൻ പെരുമാറുന്നത്. ഇനി അവളോട് ഈ കാര്യം പറയണം. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ആ കനക ഇതറിയുമ്പോൾ പൊട്ടിക്കരയണം, അതെനിക്കൊന്ന് കാണണം. അന്നേരം അബി പറയുന്നുണ്ട്, അവരിപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും അറിയാത്തതാണ് നല്ലത്. ഏതായാലും ഞാൻ അവിടേക്കൊന്ന് പോയി വരട്ടെ എന്ന് പറയുന്നുണ്ട് അബി. അങ്ങനെ അബി നബിയുടെ വീട്ടിലെത്തി നബിയെ കാണുന്നുണ്ട്. എന്നിട്ട് അബി ചോദിക്കുന്നുണ്ട്, നീ ചന്തുമോളെപ്പറ്റി എന്തെങ്കിലും നിൻ്റെ വീട്ടുകാരോട് പറഞ്ഞിരുന്നോ? ഇല്ല എന്ന് പറയുന്നുണ്ട് നവ്യ. എന്നാൽ ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യവും നീ നിൻ്റെ അച്ഛനും അമ്മയോടും പറയണ്ട. അതെന്ത് കാര്യമായെന്ന് ചോദിക്കുന്നുണ്ട് നവ്യ. എന്നിട്ട് പറയുന്നുണ്ട് അബി, എടോ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല, ആദർശേട്ടൻ വലിയൊരു തെറ്റ് ചെയ്തവനാണ്. അപ്പോൾ നവ്യ പറയുന്നുണ്ട്, ചുമ്മാ എന്തെങ്കിലും പറയല്ലേ അബി, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മനസ്സിൻ്റെ ഉടമയാണ് ആദർശേട്ടൻ. അപ്പോൾ അബി പറയുന്നുണ്ട്, എന്നാൽ ആ ഉത്തമ പുരുഷൻ കാണിച്ച പണി എന്താണെന്ന് അറിയണ്ടേ നിനക്ക്? ഈ ചന്തുമോളില്ലേ, അവൾ ആദർശേട്ടൻ്റെ മോളാണ്. അത് കേട്ട് നവ്യ ഇങ്ങനെ ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നുണ്ട്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡിൻ്റെ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.